റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എക്സ്പ്ലോസീവ് ലൈസൻസ് നൽകുന്നതിലെ സാങ്കേതികത്വം മൂലം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ആചാരവിധി മുടങ്ങുമെന്ന ആശങ്കയിൽ ഭക്തർ. LE2 ലൈസൻസ് നിർബന്ധമായ കത്തനാവിടിക്ക് ജില്ലാ ഭരണകൂടം ലൈസൻസ് നൽകുന്നില്ല എന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അശോക് കുമാർ പറഞ്ഞു. ആവശ്യമായ മാറ്റങ്ങൾ വരുത്താമെന്ന് അറിയിച്ചിട്ടും വിവിധ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാണിച്ച് ലൈസൻസ് നിഷേധിക്കുകയാണ് എന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അശോക് കുമാർ പറഞ്ഞു. നമ്മളിവിടെ ആചാരം അനുസരിച്ച് 8 നേരമാണ് കഥന വെക്കുന്നത്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് LE2 ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കത് ഈ ADM, കളക്ടർ അല്ലെങ്കിൽ ഫയർ ഇവരൊന്നും നമുക്ക് അതിൻ്റെ സാങ്ഷൻ കിട്ടുന്നില്ല. ആ ഒരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തരുന്നില്ല, നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ തവണയും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഹൈക്കോടതിയിലേക്ക് വല്ലതും നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും. ഇനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെങ്കിൽ പുതുക്കി തരികയാണെങ്കിൽ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധി, അതായത് കൗൺസിലർ, MLA, ഭക്തജനങ്ങൾ, അതുപോലെ തന്നെ ഉപദേശ സമിതി മറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടമായ ഒരു തീരുമാനമെടുത്ത് ഹൈക്കോടതിയിലേക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, ലൈസൻസ് നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്? മധു, നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള എറണാകുളം ശിവക്ഷേത്രത്തിലെ ആചാരവെടി മുഴക്കുന്നത് ഉടൻ തന്നെ മുടങ്ങിയേക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. കേരളത്തിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. പുലർച്ചെ നട തുറക്കുന്നത് മുതൽ രാത്രി വരെ 6 തവണയാണ് കതിനവെടി മുടക്കുന്നത്. കോവിഡ് കാലത്ത് പോലും ഈ ആചാരത്തിന് മുടക്കം വന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയിരിക്കെ ഇപ്പോൾ ഈ ലൈസൻസിന്റെ പ്രശ്നം മൂലം ഈ ആചാരവെടി മുഴക്കുന്നത് മുടങ്ങിയേക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഈ ക്ഷേത്രങ്ങൾക്ക് ആചാരവെടി മുഴക്കാനായി LE2 ലൈസൻസ് നിർബന്ധമാണ്. ജില്ലാ ഭരണകൂടമാണ് അത് നൽകേണ്ടത്. ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന് ശേഷം ഈ LE2 ലൈസൻസ് കൊടുക്കുന്നതിൽ ജില്ലാ ഭരണകൂടങ്ങൾ ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് നിലവിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് LE2 ലൈസൻസ് നൽകാത്തത് എന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. പല മാനദണ്ഡങ്ങളും പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ ഭരണകൂടം നിലവിൽ ലൈസൻസ് നൽകാത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, റോഡിൽ നിന്ന് ഈ വെടിപ്പുരയ്ക്ക് 25 മീറ്റർ അകലം വേണമെന്നായിരുന്നു. 20 മീറ്റർ മാത്രമാണ് നിലവിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലുള്ളത്. അതിൽ മാറ്റം വരുത്താമെന്നടക്കം ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടും ലൈസൻസ് നൽകാനുള്ള ഒരു നടപടിയും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ പ്രധാനമായും പറയുന്നത്. അതിനെതിരെ ഹൈക്കോടതിയെ അടക്കം സമീപിക്കാനിരിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ. ഈ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരം അന്യം നിന്നു പോകുമോ എന്ന ആശങ്കയാണ് ഭക്തരടക്കം പങ്കുവെക്കുന്നത്. പലതവണ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടും ലൈസൻസ് നൽകാനുള്ള യാതൊരു നടപടിയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ലൈസൻസ് ഇല്ലാത്ത ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാൻ ഈ കരാറുകാരന് താല്പര്യവുമില്ല. അതിനാൽ തന്നെ വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഈ ആചാരവെടി മുഴക്കുന്നത് നിർത്തിയേക്കാനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ എറണാകുളം ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.